എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്. തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കും. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ അതായത് FIUGP ഡിഗ്രി അഡ്മിഷൻ്റെ ഡിഗ്രി അഡ്മിഷൻ ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം. സ്റ്റാർട്ടിംഗ് ഓഫ് ഡിഗ്രി ഓൺലൈൻ രജിസ്ട്രേഷൻ 31 തീയതി സ്റ്റാർട്ടിങ് ചെയ്തു. ട്രയൽ അലോട്ട്മെൻറ്റ് ജൂൺ മാസം 13 ട്രയൽ അലോട്ട്മെൻറ്റ് റിലീസ് ചെയ്യുന്നത്. 17 അപേക്ഷകൾ ജൂൺ 17 അപേക്ഷിക്കാനുള്ള അവസാന തീയതിയാണ്. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ മാസം 19 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിലീസ് ചെയ്യുക. അതിൻ്റെ ഫീ പേയ്മെൻറ്റ് അപ് ടു 19 തീയതി മുതൽ 24 തീയതി വരെ അതിൻ്റെ മാൻഡറ്ററി ഫീ അടയ്ക്കലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂൺ മാസം 25 പബ്ലിഷ് ചെയ്യും. ശേഷം 26, 27 തീയതികളിൽ മാൻഡറ്ററി ഫീ അടയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ശേഷം അഡ്മിഷൻ അറ്റ് കോളേജ് BSc BCA വിദ്യാർത്ഥികളുടെ 27, 28 തീയതികളിലാണ് കോളേജ് ജോയിനിങ് നടക്കുക. BCom വിദ്യാർത്ഥികളുടെ 30-1 തീയതികളിൽ നടക്കും. അതുപോലെ തന്നെ BA നോൺ ലാംഗ്വേജ് ആൻഡ് BSW വിദ്യാർത്ഥികളുടെ 2 മുതൽ 4 തീയതികളിൽ നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ഓഫ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 1 ജൂലൈ 1 മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ശേഷം ഇൻവൈറ്റിംഗ് ഫ്രഷ് ആപ്ലിക്കേഷൻ, പുതിയ ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. പുതിയ ആപ്ലിക്കേഷൻ തേർഡ് അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് അപേക്ഷിക്കാൻ സാധിക്കാത്തവർക്ക് ജൂലൈ 5 മുതൽ ജൂലൈ 5 മുതൽ 8 വരെ പുതിയ ആപ്ലിക്കേഷൻ സമർപ്പിക്കാം. ശേഷം തേർഡ് അലോട്ട്മെൻറ്റ് ജൂലൈ 14 തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. അതിൻ്റെ മാൻഡറ്ററി ഫീ അടയ്ക്കാനുള്ള ഡേറ്റ് ജൂലൈ 15 മുതൽ 17 വരെ അതിൻ്റെ മാൻഡറ്ററി ഫീ അടയ്ക്കാം. അത് കഴിഞ്ഞ് വീണ്ടും ഇൻവൈറ്റിംഗ് ഫ്രഷ് ആപ്ലിക്കേഷൻ ഫോർ SC ST PWD വിദ്യാർത്ഥികൾക്കുള്ള ഫ്രഷ് ആപ്ലിക്കേഷൻസ് ജൂലൈ 18, 19 തീയതികളിൽ ആപ്ലിക്കേഷൻ നൽകാം. ശേഷം ജൂലൈ മാസം 21 SC ST PWD വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. ശേഷം അതിൻ്റെ മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 22, 23 തീയതികളിലായിരിക്കും. ജൂലൈ 22, 23 തീയതികളിലായിരിക്കും. ശേഷം കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷൻ അത് ജനറൽ ഓൾ കാറ്റഗറീസ് SC ST എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള സ്പോട്ട് അഡ്മിഷൻ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ സ്പോട്ട് അഡ്മിഷനുള്ള അപേക്ഷ ജൂലൈ 28, 29 തീയതികളിൽ കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷനുള്ള അപേക്ഷ സമർപ്പിക്കും. ശേഷം അതിൻ്റെ 29 കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷന് ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി എന്ന് പറയുന്നത് 25, 26 തീയതികളിലാണ്. 25, 26 തീയതികളിലാണ്. ജൂലൈ 25, 26 തീയതികളാണ് കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷൻ ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ്. ശേഷം അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ദിവസം ജൂലൈ 29 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ശേഷം കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷൻ ഓൾ കാറ്റഗറീസ് SC ST എല്ലാ വിദ്യാർത്ഥികൾക്കുള്ള സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷനുള്ള അപേക്ഷ ജൂലൈ 28, 29 തീയതികളിൽ നടക്കും. ശേഷം അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ 30, 31 തീയതികൾ നടക്കും. അഡ്മിഷൻ ക്ലോസ് ഓഫ് അഡ്മിഷൻ 22 ഓഗസ്റ്റ് 22 അഡ്മിഷൻ ക്ലോസ് ആകും. കോഴ്സ് രജിസ്ട്രേഷൻ അപ് ടു 31 തീയതി കോഴ്സ് രജിസ്ട്രേഷൻ. അത് നിങ്ങൾക്ക് ജൂലൈ അല്ല ഓഗസ്റ്റ് 22 അഡ്മിഷൻ ക്ലോസ് ആകും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ പുതിയ കാണേണ്ട മെനി മിസ് കരുതാം. ഫോൺ ടോപ്പ് സ്ക്രൈബ് താങ്ക് ഫോർ വാച്ചിങ്. ബൈ.